മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ മുൾമുനയിൽ നിർത്തിയിട്ടുള്ള ഒരു വലിയൊരു വിവാദമായിരുന്നു എക്സാലോജിക്കിന്റെ ഒരു വിവാദം. PV പിണറായി വിജയനാണെന്നും കോടികൾ കോഴ വാങ്ങിയെന്നും അതായത് കൊടുക്കാത്ത ചെയ്യാത്ത സർവീസിന്റെ പേരിൽ പണം വാങ്ങിയെന്നും ഒക്കെയായിരുന്നു അന്ന് വിവരങ്ങൾ പുറത്തു വന്നിരുന്നത്. SFIയുടെ അന്വേഷണം ഉണ്ടായിരുന്നു. CMRLനെ പ്രതി ചേർത്തുകൊണ്ട് പല സെർച്ചും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അതിനെ തുടർന്ന് മാത്യു കൊഴുന്നാടൻ വളരെ വിശദമായി തന്നെ പല പത്രസമ്മേളനം നടത്തിയിരുന്നു. കോൺഗ്രസും ഒപ്പം ഉണ്ടായിരുന്നു. എന്നാൽ CMRL എക്സാലോജിക് വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് MLA മാത്യു കൊഴുന്നാടനും അതുപോലെ ഗിരീഷ് ബാബു എന്ന ആൾ നൽകിയിട്ടുള്ള ഒരു ഹർജി, ആ ഹർജി കുറിച്ച് എന്താണ് സംഭവിച്ചെന്ന് പിന്നെ അതിനുശേഷം വാർത്തകളൊന്നും കണ്ടിരുന്നുമില്ല. എന്നാലിപ്പോൾ ഹൈക്കോടതി ജസ്റ്റിസ് K ബാബു ആ ഹർജി തള്ളിയതായിട്ടാണ് വാർത്ത വരുന്നത്. നിർഭാഗ്യവശാൽ ഈ വാർത്ത ദേശാഭിമാനിയിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് ഒരു പക്ഷേ ഈ വാർത്ത കൊടുക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. കാരണം CMRL എക്സാലോജിക് ഈ രണ്ട് വിഭാഗത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വാർത്തയാണത്. ആ സംഭവം ശരിയാണോ അല്ലെങ്കിൽ മോശമാണോ കള്ളമാണോ എന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷെ അത്തരത്തിലൊരു ഹർജി, ഒരു വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി കൊടുത്തിട്ടുണ്ട് എന്നത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഹർജി തള്ളുമ്പോൾ അതും ഒരു വാർത്തയാകേണ്ടതാണ്. എക്സാലോജിക്കിന്റെ പണ ഇടപാടുമായി ബന്ധപ്പെട്ട് CMRലുമായിട്ടുള്ള പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ഒരു അസമത്വം, അസ്ഥിരത്വം ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ അന്ന് ഏറ്റവും അധികം ശക്തമായി പ്രതികരിച്ചു വന്ന ആളാണ് മാത്യു കൊഴുന്നാടൻ. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് CPM അദ്ദേഹത്തിന്റെ തറവാട് വീട് അളന്നതും അതുപോലെ മണ്ണിട്ടു എന്ന് പറഞ്ഞതും ചിന്നക്കനാലിലെ അദ്ദേഹത്തിന്റെ റിസോർട്ട് നിയമവിരുദ്ധമായിട്ടാണെന്നും എന്തോ അവിടെ സ്ഥലം കയ്യേറിയെന്നും മതിൽ കെട്ടിയെന്നും റോഡ് വെട്ടിയെന്നും ഒക്കെയുള്ള പല ആരോപണങ്ങളും കൊണ്ടുവന്നത്. എന്നാൽ അത്തരം ആരോപണങ്ങളൊന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് സ്ഥലം ഉണ്ട് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ ചെരിഞ്ഞ സ്ഥലമാകുമ്പോൾ സ്വാഭാവികമായിട്ടും വിരിവ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തെയാണ് ഇത്തരത്തിൽ കണക്ക് കൂട്ടിയതെന്നും അത് പിന്നീട് അത് അലിഞ്ഞില്ലാതായി പോകുകയായിരുന്നു എന്നും നമുക്കറിയാം. പക്ഷെ ആ സന്ദർഭത്തിലും മാത്യു കൊഴുന്നാടൻ എടുത്തു കാണിച്ചിരുന്നത്, അല്ലെങ്കിൽ ഗിരീഷ് ബാബു ഏറ്റെടുത്ത് കാണിച്ചത്, ഇവർ രണ്ടും കൂടി ഏറ്റെടുത്ത് കാണിച്ചിരുന്നത്, കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുത്ത് കാണിച്ചിരുന്നത് വിജിലൻസ് അന്വേഷണം ഈ കാര്യത്തിൽ വേണമെന്നതാണ്. അത്തരത്തിലുള്ള ഒരു വിജിലൻസ് അന്വേഷണം വേണമെന്ന് നേരത്തെ വിജിലൻസ് കോടതിയിൽ ആവശ്യം ഉന്നയിച്ചിരുന്നു. വിജിലൻസ് കോടതിയും ഈ ആവശ്യം തള്ളിയിരുന്നു. എന്നാൽ ഇപ്പോ ഹൈക്കോടതി ജസ്റ്റിസ് K ബാബു ഈ ആവശ്യം തള്ളിക്കൊണ്ട് ഉത്തരവിടുമ്പോൾ അത് പിണറായി വിജയനും വീണ വിജയനും ഒരു ആശ്വാസമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇനി മാത്യു കൊഴുന്നാടനും ഈ ഗിരീഷും ഇനി സുപ്രീം കോടതിയിലേക്ക് പോകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. Different angles. Don't forget to subscribe and support this channel.